ഇന്നേ എൻ്റെ വക ഒരു കുക്കിംഗ് ആണ്. ജാഫ്രിക്ക ഹിറ്റാക്കിയ കോവയ്ക്ക ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുക. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് സംഗതിയും കൂടി ഇടുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. കോവയ്ക്ക 4 അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളക് പൊടി. മുളക് എരിവിനനുസരിച്ചിട്ട് ഇടാം. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഇതെല്ലാം കൂടെ സ്വല്പം അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുവാണ്. 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എല്ലാം ഒന്ന് ശരിക്കും പിടിക്കട്ടെ. സാബുജിക്ക് വീട്ടിലാണേല് അടുക്കളപ്പണി ഒന്നും താല്പര്യമേ ഇല്ല. വീട്ടിലെ കുക്കിംഗ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. റെസ്റ്റോറൻറ്റില് കിച്ചണിൽ തന്നെയാണല്ലോ പണി. പക്ഷേ ഇന്ന് എന്നോട് പറഞ്ഞു ഈ കോവയ്ക്ക ഫ്രൈ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന്. പക്ഷെ എന്തെങ്കിലും ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ. ബാക്കി പണികളെല്ലാം ചെയ്തു തരും കേട്ടോ. എല്ലാം അരിഞ്ഞു തരും, ക്ലീനിങ് ഒക്കെ ചെയ്തു തരും. അതൊക്കെ ചെയ്തു തരുന്നതുകൊണ്ട് കുക്കിംഗ് എനിക്കും ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ജാഫർ ഇടുക്കി കോവയ്ക്ക ഫ്രൈനെ പറ്റി പറയുമ്പോഴെല്ലാം വായിൽ വെള്ളം വരും. അന്ന് മുതൽ പറയുന്ന നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ ഇടയ്ക്ക് സാബുജിയുടെ വേഷൻ ഇങ്ങനെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് നോക്കി. ഇപ്പം ചോറിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതല്ലാതെ തന്നെ നമ്മൾ ചുമ്മാ തിരുന്ന സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാനാണെങ്കിലും നല്ലതാണ്. കോവയ്ക്ക IV ഗ്വാഡ്, ഇത് വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. വിറ്റമിൻ A, B, C ഒക്കെ അടങ്ങിയതാണ്. അതേപോലെ ധാരാളം ഫൈബർ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്, വെയിറ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇത് തോരൻ വെച്ച് കഴിക്കാനാണേലും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനാണേലും ഒക്കെ വളരെ നല്ലതാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. തോരൻ വെച്ചോ മെഴുക്ക് വരട്ടി ആക്കിയോ ഒക്കെ ചോറിൻ്റെ പോർഷൻ കുറച്ചിട്ട് ഇത് മെയിനായിട്ട് എടുത്ത് കഴിക്കുന്നത് വെയിറ്റ് മാനേജ്മെൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലതാണ്. അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ് കേട്ടോ. അധികം തേങ്ങയും വെളിച്ചെണ്ണയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തിങ്ങെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം, കുറച്ച് കറിവേപ്പില കോരിയെടുക്കാം. ഞാനേ ഒന്നും ഉണ്ടാക്കി തന്നില്ല എന്ന് ഇനി പരാതി വേണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ കോവയ്ക്ക ഫ്രൈ. ഒരെണ്ണം അങ്ങോട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. അടിപൊളിയാ. ജാഫ്രിക്കയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. അതേപോലെ ഇതിന് ട്വിസ്റ്റ് വരുത്തിയ സാബുജിക്കും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഒരു മുളകും ഒരു കോവയ്ക്ക് ഒരു കറിവേപ്പിലും ഒന്നിച്ച് വെച്ചിട്ട് വേണം കഴിക്കാൻ. ആഹാ, സൂപ്പർ.